നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റവ ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് റവ ദോശ. ഇതിനായി 1 കപ്പ് റവ ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം, പൊടിയായിട്ട് അരിഞ്ഞ സവാള ഒരു വലിയതിന്റെ പകുതിയാണ് ഞാൻ എടുത്തത്, പച്ചമുളക് എരിവനുസരിച്ച്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് പുളിയുള്ള തൈര് എടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മോരും വെള്ളം പോലത്തെ ഒരു ബാറ്ററായി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചൊരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനായിട്ട് ക്രമപ്പെടുത്തുക. ഇനി ഇത് ചൂടാനായിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഓരോ തവണ മാവ് ഒഴിക്കുന്നതിന് മുമ്പും ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം. ചൂടായ ദോശക്കല്ലിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കാണുന്ന ഹോൾസ് ഇല്ല, ഇതാണ് ഇതിന്റെ ട്രേഡ് മാർക്ക്. ഇനി മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രിസ്പി ആക്കി കിട്ടാൻ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ മുകളിൽ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. ഇനി ഇതിനൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ബാറ്റർ വെച്ച് തയ്യാറാക്കി എടുക്കാം. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കറിയുടെ വേറെ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചട്നിയോ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം. തയ്യാറാക്കാൻ നല്ല എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് തീർച്ചയായും അറിയിക്കാം. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.